എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ദിസ് ഇസ് യുവർ ഇൻ ദിസ് ടോപ്പ് റൈഡർ. നമ്മളിന്ന് ഒരു ടിപ്സ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മോട്ടോ വ്ളോഗിങ് ടിപ്സ് ഫോർ ബിഗിനേഴ്സ്. മോട്ടോ വ്ളോഗിങ്ങിന് ആവശ്യമായ കാര്യങ്ങളും അത് അങ്ങനെ ഒരു മേഖലയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഗ്ലൗ അല്ല. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഗ്ലൗ അല്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ബൈക്കാണ്. പിന്നെ വേണ്ടത് ഹെൽമെറ്റും പിന്നെ ഒരു ക്യാമറയും, ആക്ഷൻ ക്യാമറ. സോ ഞാൻ ഉപയോഗിക്കുന്നത് DJI ആക്ഷൻ ഓസ്മോ ആക്ഷൻ 3 ആണ്. ഗോപ്രോ ഉണ്ട്, DJI ഉണ്ട്, അതുപോലെ Insta360 ഉണ്ട്. വെറൈറ്റി ഓഫ് ക്വാളിറ്റി ക്യാമറാസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിനൊക്കെ നല്ല കോസ്റ്റ്ലി ആണ്. എല്ലയിൽ വെച്ചിട്ട് DJI ആണ് കുറച്ച് റേറ്റ് കുറവിലുള്ളത്. പിന്നെ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടും വ്ളോഗ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഐഡിയാസാണ്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ്. അതാണ് പിന്നെ നമ്മൾ തിരയേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് പോണ വഴിയിൽ പറഞ്ഞുതരാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാടത്തിൻ്റെ സൈഡ് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ മോട്ടോ വ്ളോഗിങ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിച്ചിട്ട് വീഡിയോ എടുത്തിട്ടൊരു കാര്യമില്ല. വി ഡു അവർ ജോബ്, ദാറ്റ്സ് ഫസ്റ്റ്. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ സുരക്ഷയെ മാനിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ജീവനുള്ള സുരക്ഷ, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോഡിലുള്ള ശ്രദ്ധ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. പിന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് ഹെൽമെറ്റിൻ്റെ ക്യാമറ വയ്ക്കുമ്പോൾ വേസ്റ്റ് പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഉള്ളത് ചെസ്റ്റിൽ ക്യാമറ വയ്ക്കാനുള്ളത്, അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ സൈഡിൽ വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബാഗിൻ്റെ സൈഡിൽ വയ്ക്കാനുള്ളത്. പിന്നെ ബൈക്കിൻ്റെ തന്നെ എല്ലാ നമുക്ക് അത് പറഞ്ഞപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ പല പല മൗണ്ടുകൾ നമുക്ക് മേടിക്കേണ്ടി വരും. മോട്ടോ വ്ളോഗ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒറ്റ പൊസിഷനിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നമുക്ക് പല പല പൊസിഷൻസ് നിന്നൊക്കെയുള്ള ഷോട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ മോട്ടോ വ്ളോഗിങ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകും. ഞാൻ അപ്പോൾ മൗണ്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ മൗണ്ടുകൾ എടുക്കുമ്പോൾ ഹാൻഡിലിന് മുകളിൽ മൗണ്ട് വയ്ക്കാം, അതുപോലെ ആണെങ്കിൽ സൈഡിൽ വെച്ച് ഷോട്ട് ചെയ്യാം. അതുപോലെ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ പേഴ്സൺ വ്യൂ, സെക്കൻഡ് പേഴ്സൺ വ്യൂ ഓപ്ഷൻ വെച്ചെടുക്കാം. അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ മൗണ്ടുകൾ മേടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കുറേ മൗണ്ടൊക്കെ നമുക്ക് ഈ ക്യാമറ മേടിക്കുമ്പോൾ തന്നെ കിട്ടും. കോംബോ ബാക്കൊക്കെ മേടിക്കുകയാണെങ്കിൽ ക്യാമറയോടൊപ്പം തന്നെ മൗണ്ടുകൾ കിട്ടും. പിന്നെ അഡീഷണൽ മൗണ്ടുകൾ നമുക്ക് മേടിക്കാൻ 1200 രൂപയ്ക്ക് വരുള്ളൂ. അപ്പോൾ അതൊക്കെ മേടിച്ച് ഉപയോഗിക്കുക. പിന്നത്തെ ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ചെറിയ ട്രിപ്പുകൾ അല്ലെങ്കിൽ വലിയ ട്രിപ്പുകൾക്ക് വേണ്ടിയുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കുക. അത് ആസൂത്രണം ചെയ്ത് സെറ്റപ്പാക്കി നമുക്ക് ഒരു നല്ലൊരു സ്റ്റോറി ടെല്ലിങ് മോട്ടോ വ്ളോഗിങ് ഒക്കെ ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഞാനും അതുപോലെ ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. ബാക്കി ടിപ്സ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ബാക്കി ടിപ്സ് ഇപ്പോൾ പറഞ്ഞുതരാം. പിന്നത്തെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മെമ്മറി കാർഡ് വേണം. ഇത്രയും വലിയ ക്യാമറ ഒക്കെ മേടിച്ചിട്ട് മെമ്മറി കാർഡ് ഇല്ലെങ്കിൽ എന്താ കാര്യം? മെമ്മറി കാർഡ് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 128 GB മെമ്മറി കാർഡെങ്കിലും നമുക്ക് വേണ്ടി വരും. കാരണം നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്ന 4K ആണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയും വേണ്ട, പെട്ടെന്ന് ഫില്ലാവും, 4 GB കയറും. അപ്പോൾ 128 GB മെമ്മറി കാർഡെങ്കിലും ഇതിൽ 256 GB വരെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറയിൽ സാധാ ക്യാമറയൊക്കെ കിട്ടും 1200 മുതൽ 10,000 ഒക്കെ കിട്ടും. പക്ഷേ ക്വാളിറ്റി വൈസ് കുറച്ച് വ്യത്യാസങ്ങൾ വരും. വിലയുടെ അനുസരിച്ച് തന്നെ 10,000 ഉണ്ടെന്ന്. പക്ഷേ അതിനൊക്കെ
ക്വാളിറ്റികൾ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മുമ്പ് മേടിച്ച ക്യാമറ ആക്ഷൻ ക്യാമറ 4K ഒക്കെ തന്നെയാണ് പറയുമ്പോൾ, പക്ഷേ ക്വാളിറ്റി ഭയങ്കര, പിന്നെ സ്റ്റെബിലൈസേഷൻ അതാണ് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് ഈ ചെറിയ ചെറിയ ക്യാമറകളിൽ സ്റ്റെബിലൈസേഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ GoPro, DJI ആക്ഷൻ ക്യാമറ, അതുപോലെ എന്താ പറയുക, Insta360 പോലുള്ള ക്യാമറകളിലൊക്കെ സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ടാവും. അതുപോലത്തെ സ്റ്റെബിലൈസേഷനുള്ള ക്യാമറകൾ മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, മോട്ടോ വ്ളോഗ് ചെയ്യാനൊക്കെ ആയിട്ടാണ്. ഞാൻ ഫോൺ ഉപയോഗിക്കാനുള്ള മൗണ്ടുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ മുമ്പൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ മോട്ടോ വ്ളോഗ് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിനെ കുറിച്ചിട്ടാണ്. സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ നോയ്സ് കയറി വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. സാധാരണ ഇപ്പോൾ നമ്മൾ നോർമൽ ക്യാമറയുടെ ഈ ആക്ഷൻ ക്യാമറയുടെ സൗണ്ട് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നോയ്സൊക്കെ കയറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, എസ് ചാനൽ മൈക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. അതിൽ നമുക്ക് വയർലെസ് മൈക്ക് ഉപയോഗിക്കാം, അതുപോലെ വയർഡ് മൈക്ക് ഉപയോഗിക്കാം. അതിൽ വില കൂടിയ മൈക്കുകളുണ്ട്, വില കുറഞ്ഞ മൈക്കുകളുണ്ട്. അതുപോലെ ഹെഡ്ഫോൺ അതായത് ഹെഡ്ഫോണൊക്കെ ഉപയോഗിക്കാം. ഫോണിൻ്റെ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ, വയർഡ് ഹെഡ്ഫോൺ ഉപയോഗിക്കുമ്പോൾ, ഫോണിൻ്റെ ഉപയോഗിക്കുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടും നല്ല ക്ലാരിറ്റി കിട്ടും. സാംസങ്ങിൻ്റെ നല്ലൊരു ഇതുണ്ട്, അത് ഓർമ്മയിൽ തന്നെ അവിടെ പിക്ചറിന് കാണിക്കാം. അപ്പോൾ അങ്ങനത്തേക്ക് അതിനൊരു 1000 സംതിങ് വരും കേട്ടോ. അതിനേക്കാൾ വില കുറഞ്ഞൊരു വയർലെസ് മൈക്ക് നമുക്ക് കിട്ടും, മറ്റേ സാധാ മൈക്ക് പോലത്തെ. അത് 150 രൂപയുള്ളൂ. ഞാൻ തന്നെ യൂസ് ചെയ്യാൻ. അപ്പോൾ സൗണ്ട് മുഖ്യം ബിഗിൽ. അപ്പോൾ എന്താ പറയുക, സൗണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് മൈക്രോഫോൺസ് ഉപയോഗിക്കണം. ഇപ്പോൾ നല്ല കാറ്റ് വീശുന്നുണ്ട് ഇവിടെ. ഈ കാറ്റ് വീശുമ്പോൾ സൗണ്ട് എത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റ് ആവുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഹെൽമെറ്റിൻ്റെ ചില്ലൊന്നും താഴ്ത്തിയിട്ടില്ല. ഇത് ഈ വഴിയായിരുന്നു. ഒരു അമ്പലമുണ്ട് കേട്ടോ, അതുകൊണ്ട് പേടി നടക്കുന്നുണ്ട്. ഈ വഴി ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനെ മുമ്പ് കുറേ റൈഡ് നടത്തിയ വീഡിയോസൊക്കെ ചാനൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. മഴക്കാലത്ത് നല്ല വെള്ളം കയറി നിൽക്കുന്ന ടൈമിൽ ഉള്ള വീഡിയോസൊക്കെ ഉണ്ട്, കണ്ടു നോക്കിക്കോ. പിന്നെ സൗണ്ടിൻ്റെ ഒരു പറയുകയാണെങ്കിൽ നമുക്ക് വയർലെസ് മൈക്കിൻ്റെ 500 രൂപ 1000 ഉള്ള സാധനം കിട്ടും. പക്ഷെ ആ സാധനം ഒന്നും വെച്ചിട്ട് കാര്യമില്ല മോട്ടോ വ്ളോഗിങ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച്. കാരണം നമ്മൾ നിന്നിട്ട് എവിടെയെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ, അതർവൈസ് മോട്ടോ വ്ളോഗിന് വയർലെസ് മൈക്ക് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വില കൂടിയ മൈക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. മറ്റേ 500 രൂപ 1000 ഉള്ള സാധനമൊക്കെ ഇട്ടിട്ട് ഞാൻ മേടിച്ചിട്ട് അത് പെട്ടു. കാരണം മോട്ടോ വ്ളോഗ് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ട് ഒരിക്കലും ക്ലാരിറ്റിയിൽ കിട്ടില്ല, പിന്നെ ഭയങ്കര നോയ്സ് കയറി വരും. പിന്നെ നമ്മൾ ഈ ഹെൽമെറ്റിൻ്റെ അവിടെ വയ്ക്കുന്ന കാരണം ഇത് കണക്ഷൻ എപ്പോഴും കട്ടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. വിൻഡ് അടിക്കുമ്പോൾ ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ വയർലെസ് മൈക്ക് ഉപയോഗിക്കാതിരിക്കാൻ നല്ലത്. അപ്പോൾ അത് മേടിച്ച് ആരും കാശ് കളയണ്ട. പിന്നെ വയർലെസ് മൈക്ക് വേണമെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് ഓൺ ചെയ്ത് അവിടെ നിന്നിട്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ എല്ലാവരും ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ വയർലെസ് മൈക്ക് ഉപയോഗിക്കാൻ നല്ലതാണ്. പിന്നത്തെ ഒരു ടിപ്പ് വന്നു കഴിഞ്ഞാൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അതായത് നമ്മുടെ DJI ആക്ഷൻ ക്യാമറയിൽ നമുക്ക് മറ്റേ ഡീലോഗിൽ എടുക്കാൻ പറ്റും. മറ്റേ ലോഗ്സ് എന്താ പറയാ, കളറിങ് വേണ്ടിയിട്ടുള്ള സംഭവം അങ്ങനെ എടുക്കാം. അതുപോലെ നോർമൽ കളറിൽ എടുക്കാം. നമ്മളിപ്പോൾ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പോയാൽ തിരിക്കാൻ പറ്റുമോ അറിയില്ല. എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ പ്രോ, അങ്ങനെ കുറേ സോഫ്റ്റ്വെയർ ഉണ്ട്. ഡാവിഞ്ചി റിസോൾവ്, ഫൈനൽ കട്ട് പ്രോ, മറ്റേ ആപ്പിളിലാണെങ്കിൽ അതിന് സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ വേറുണ്ട്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൊബൈലിലാണെങ്കിലും കുറേയധികം സോഫ്റ്റ്വെയറുകളുണ്ട്. ഒക്കെ നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടാവുന്ന കാര്യങ്ങളുള്ള VN, പിന്നെ അതുപോലെ CapCut, അതൊക്കെ ഉള്ള സോഫ്റ്റ്വെയറാണ്. കുറച്ച് VPN ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കേണ്ടി വന്നു. ഇന്ത്യയിൽ അത് ബാൻഡാണ്.
അപ്പോൾ അങ്ങനെ കുറേ സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്, അവൈലബിൾ ആണ്. നമ്മൾ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ട് എഡിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് പശ്ചാത്തല സംഗീതം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ കൊടുത്തിട്ട്, പിന്നെ ഒരു നമ്മുടെ മോട്ടോ വ്ളോഗിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഫ്രണ്ടിൽ ഇടുന്ന ഫസ്റ്റ് തുടക്കത്തിൽ ഇടുമ്പോൾ, അതായത് ഇൻട്രോ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ എന്താണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആളുകളിലേക്ക് കൺവേ ചെയ്യാൻ നമ്മൾ മെയിനായിട്ട് ശ്രമിക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരതയാണ്. എന്താ പറയുക, സ്ഥിരത എന്ന് കഴിഞ്ഞാൽ എന്താ പറയുക ഇംഗ്ലീഷ്, കണ്ടിന്യൂറ്റി. നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് തന്നെ നമ്മൾ യൂട്യൂബ് നമ്മളെ പിക്കപ്പ് ചെയ്ത് എടുത്തോളും. അതാണ് പിന്നത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് തുടക്കത്തിൽ ബിഗിനേഴ്സിന് വേണ്ട കുറച്ചധികം ടിപ്പുകൾ. ക്യാമറ, സൗണ്ട്, നല്ലൊരു ബൈക്ക് മേടിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ ഹോണ്ട ഷൈനാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് മോട്ടോളോഗിങ് ചെയ്യുന്നതിൻ്റെ ഉള്ള കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ, എന്തൊക്കെ വേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി ഇതിന് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാം. പിന്നെ എന്താണ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്ത് വിട്ടിട്ടൊന്നുമില്ല. മൗണ്ടിനെ പറ്റി പറഞ്ഞു, ക്യാമറയെ പറ്റിയിട്ട് പറഞ്ഞു. പിന്നെ സ്ഥിരതയെ പറ്റി പറയുമ്പോഴേ നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഴ്ചയിൽ 2 വീഡിയോ അല്ലെങ്കിൽ ഡെയിലി വീഡിയോ ഇടുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 1 വീഡിയോ, അത് കറക്റ്റായിട്ട് ഇടണം എന്നുള്ളതാണ്. അങ്ങനെ ഇട്ട് പോയാലാണ് നമുക്ക് പെട്ടെന്ന് റീച്ച് എത്താൻ പറ്റുള്ളൂ. എൻ്റെ കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റാറില്ല. ടൈറ്റ് ഷെഡ്യൂൾസൊക്കെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ ടൈറ്റായി പോകും. അപ്പോൾ പരമാവധി നമുക്ക് ടൈം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടൻറ്റുള്ളിൽ പോയി കണ്ടിന്യൂസ്ലി ഇതിടുകയാണെങ്കിൽ റീച്ച് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ സ്റ്റേ വിത്ത് മീ, ടേക്ക് കെയർ, ബൈ.